അതില് പോലീസുകാരും ഉണ്ടായിന്ന് വരും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എന്താ നീ എന്നെ എതിർക്കോ? എതിർക്കൊന്നും മാത്രമല്ല, തനിക്ക് ലോകത്തെ ഏറ്റവും വലുത് കാശല്ലേ. ട്രസ്റ്റിന്റെ പേരിൽ താൻ വെളുപ്പിക്കാൻ വെച്ച ഒരു ചില്ലി കാശ് പോലും തനിക്ക് കിട്ടില്ല. ഇതെന്റെ വാക്കാ. നീ ആരെയാ വെല്ലുവിളിക്കുന്ന വല്ല ബോധം നിനക്കുണ്ടോ? കന്നാസ് ഗോപാലനെ നന്നായിട്ടറിയാം. അത് മാത്രമല്ല, എന്റെ അച്ഛനെ കൊന്നത് താനാണെന്നും എനിക്കറിയാം. അതെനിക്കറിയാവുന്നും തന്നെ വെറുതെ വിടില്ലെന്ന് അറിയിക്കാനും വേണ്ടിയാ ഞാനിപ്പോ വന്നത്. എന്റെ അച്ഛൻ എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു. തന്റെ മകനെ രക്ഷിക്കാൻ താൻ എന്റെ അച്ഛനെ കുരുതി കൊടുത്തു. ഇനി തന്റെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ ടോർച്ചർ ചെയ്യാൻ പോകുന്നത് താൻ കണ്ടോ? അത് കണ്ടാലും നിസ്സഹായനായി മാത്രം നോക്കി നിൽക്കാനേ തനിക്ക് കഴിയൂ. എടി, എന്റെ വീട്ടിൽ കയറി വന്ന് നീ എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുവല്ലേ? നീ ഒരു പാവം കുഞ്ഞിനെയാ നിന്റെ അശ്രദ്ധ കൊണ്ട് കൊന്നത്. എന്നിട്ട് ഒരു പശ്ചാത്താപവും ഇല്ലാതെ അവളുടെ പേരുപയോഗിച്ച് അച്ഛനും മോളും കൂടി കള്ളപ്പണം വെളുപ്പിക്കാന്ന് കരുതിയല്ലേ? നിന്നെ പോലുള്ളവരെ തകർക്കാൻ ആരെങ്കിലും ഒക്കെ ധൈര്യം കാണിച്ചില്ലെങ്കിലേ ഈ നാടിനെ നിങ്ങൾ മുടിപ്പിക്കും. നീ നിന്റെ ചേച്ചിയും കൂടെ എന്നെ എന്ത് ചെയ്യാനാ? ചേച്ചിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. താനാ ഞങ്ങളുടെ അച്ഛനെ കൊന്നതെന്ന് അറിഞ്ഞിട്ടും യൂണിഫോമും ഭർത്താവും ഉണ്ടാക്കുന്ന പരിമിതികൾ ചേച്ചിക്കുണ്ട്. എനിക്കത് രണ്ടുമില്ല. തനിക്കെതിരെ ഇനി കളത്തിലിറങ്ങാൻ പോകുന്നതേ ഞാനാ. ഇനി അങ്ങോട്ട് താൻ തോൽക്കാൻ ശീലിച്ചോ? തനിക്ക് തരാൻ